ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. നെഹ്റു ട്രോഫി കോൺട്രവേഴ്സി, നെഹ്റു ട്രോഫി വള്ളംകളി 2024 അതപ്പോൾ സമാപിച്ചിരിക്കുന്നു. പക്ഷേ വളരെ എന്താ പറയുന്നത്, ഒരു കോൺട്രവേഴ്സിയോട് കൂടിയാണ് നെഹ്റു ട്രോഫി ഈ വർഷത്തെ അവസാനിച്ചത്. കാരണം ഫോട്ടോ ഫിനിഷിലാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. കാരിച്ചൽ പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. തൊട്ടു പിന്നാലെ വിയപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനത്തെത്തി. എന്നാൽ സെക്കൻഡുകൾ, അതായത് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. അതായത് ഏകദേശം 0.15 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ കോൺട്രവേഴ്സിയോട് കൂടിയാണ് മത്സരങ്ങൾ അവസാനിച്ചത്. ഈ ഫലത്തിനെതിരെ, അല്ലെങ്കിൽ ഈ വിജയത്തിൻ്റെ ഫലത്തിനെതിരെ രണ്ടാമതെത്തിയ വിയപുരം ചുണ്ടന് കോടതിയെ സമീപിക്കാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം അവർക്ക് ആ വിജയത്തിൽ അവർക്ക് ആ വിജയത്തിലൊരു സംശയമുണ്ട്. അത് ശരിയായ ഒരു തീരുമാനമല്ല, അല്ലെങ്കിൽ അത് വീഡിയോകൾ ഒന്നുകൂടെ പരിശോധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് അവർ കോടതിയെ സമീപിക്കാനായിട്ട് പോകുന്നത്. രണ്ടാമതെത്തിയ വിയപുരം ചുണ്ടന് ഏതായാലും മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിനാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ 2024 നെഹ്റു ട്രോഫി വള്ളംകളി കോൺട്രവേഴ്സിയിൽ അവസാനിച്ചത്. 19 പാമ്പ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അതായത് പാമ്പ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സോട് കൂടിയാണ് എന്താ പറയുക, എല്ലാവർക്കും ഒരു അത്രയും ആവേശം, അല്ലെങ്കിൽ പാമ്പ് ചുണ്ടൻ വള്ളംകളികളുടെ ആ ഒരു തുടിച്ചിലെന്ന് പറയുന്നത് വളരെയധികം ആവേശമായിരിക്കും. അപ്പോൾ എല്ലാവരിലേക്കും ആവേശം പടർത്തിയത് ആ ഒരു പാമ്പ് ചുണ്ടൻ വള്ളങ്ങളുടെ വരവോടുകൂടിയാണ്. പക്ഷേ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്സിയിലാണ് അവസാനിച്ചത്. അപ്പോൾ അതിനെതിരെയാണ് വിയപുരം ചുണ്ടൻ പരാതി നൽകാനായിട്ട് പോകുന്നത്. ഒന്നാമതെത്തിയത് കാരിച്ചാൽ പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അവരുടെ അഞ്ചാം കിരീടമാണ് ഇത്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വിന്നറായത് വിയപുരം ചുണ്ടനായിരുന്നു. അവരാണ് ഈ വർഷം രണ്ടാം സ്ഥാനത്തെത്തിയത്. ഏതായാലും വെള്ളത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി അവസാനിച്ചിരിക്കുന്നു. പക്ഷേ വളരെ കോൺട്രവേഴ്സിയോടുകൂടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി അവസാനിച്ചത്. കാണികളെ ആവേശത്തിലാഴ്ത്തി ഫോട്ടോ ഫിനിഷിലൂടെയാണ് വിജയികളെ തിരഞ്ഞെടുത്തതും. ആ ഫലപ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീങ്ങുവാനായിട്ട് പോകുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായൽ, കേരളത്തിൻ്റെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ വർഷാവർഷം ഇറങ്ങുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള നെഹ്റു ട്രോഫി വള്ളംകളി, വെള്ളത്തിൻ്റെ ഒളിമ്പിക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.